പ്രൈസ് ലോർഡ് ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദന ഒരു പ്രാവശ്യം അറിയിക്കുന്നു. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോൾ, നാം കഷ്ടത്തിലേക്ക് അകപ്പെട്ടു പോകുമ്പോൾ, നമുക്കറിയാം യോബ് എന്ന മനുഷ്യന്റെ ജീവിതത്തിൽ കഷ്ടമകപ്പെട്ടപ്പോൾ അവന്റെ ഒരു ജീവിതത്തിലൊരു വലിയ സന്തോഷം അല്ലെങ്കിൽ സമാധാനം അവന് നഷ്ടപ്പെടുവാനിടയായി. അവനുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകുവാനിടയായി. ജീവിതത്തിലുള്ള സന്തോഷങ്ങൾ അവൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകാനായി. ഇനി മടങ്ങി വരുമോ അല്ലെങ്കിൽ ഇതൊക്കെ തിരിച്ചു ലഭിക്കുമോ എന്നുള്ള വലിയ ഭാരത്തോടെ ആയിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, അമ്മയെ സകലത്തെ നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ. നിങ്ങളുടെ നഷ്ടങ്ങളെ നിങ്ങൾക്ക് മടക്കി നൽകുന്ന കർത്താവ്, നിങ്ങളുടെ ഹല്ലേലൂയ സന്തോഷത്തെ ആനന്ദത്തെ നിങ്ങൾക്ക് ദൈവം മടക്കി നൽകുവാനിടയാകും. അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് ദൈവം നിങ്ങളെ എന്ത് ചെയ്യുക ഉയർപ്പിലേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുവരും. സ്തോത്രം. ജീവിതത്തിലെ മരണ സമാനമായിരിക്കുന്ന സാഹചര്യങ്ങളുടെ ആരെങ്കിലും കടന്നു പോകുന്നവർ വ്യക്തികൾ ഈ ദൈവവചനം കേൾക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ദൈവവചനം നിങ്ങൾക്കൊരു ആശ്വാസമായി മാറും. ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ വചനം നിങ്ങൾ ധ്യാനിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രവർത്തികളെ ചെയ്യുവാനിടയാകും. നമുക്ക് ചിന്തിക്കാം. സങ്കീർത്തന പുസ്തകം 85 വാക്യം പറയുകയാണ്, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ അവനെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ. സ്തോത്രം. നമുക്കറിയാം ഇസ്രായേൽ ജനം ബാബിലോണിന് അടിമത്തത്തിലേക്ക് പോകുമ്പോൾ അവര് മരണസമാനമായ മരണനിന്റെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ദൈവം അവരെ അടിമത്തം മടക്കി വരുത്തുമ്പോൾ അവരെ ഉയർപ്പിക്കുന്ന ഒരു അനുഭവമാണ്. ഇവിടെ പറയുകയാണ്, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ അവരെ വീണ്ടും ജീവിപ്പിക്കുകയില്ല. അല്ലയോ ദൈവമേ, ഞങ്ങൾ ഇന്ന് അടിമത്തത്തിൽ മരണത്തിൻ്റെതായ അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. എന്നാൽ ഞങ്ങൾക്കൊരു മടങ്ങി വര ഉണ്ടാകുമോ? ഞങ്ങൾ നിന്നിലൊന്ന് ആനന്ദിക്കേണ്ടതിന്, അങ്ങിലൊന്ന് സന്തോഷിക്കേണ്ടതിന്, നിങ്ങൾ സ്വന്തമായി ഞങ്ങളുടെ ദൈവത്തെ ഒന്ന് ആരാധിക്കേണ്ടതിന്, ഞങ്ങളുടെ സമാധാനത്തോട് ഞങ്ങളുടെ ദേവാലയത്തിൽ നിന്ന് പോകേണ്ടതിന്, തിരുസന്നിധിയിലേക്കൊന്ന് വരേണ്ടതിന്, ഈ അടിമത്തങ്ങളിൽ ഈ ശത്രുക്കളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ വീണ്ടും ഒന്ന് മടക്കി വരുത്തുമോ? ഞങ്ങളൊന്ന് ആനന്ദിക്കേണ്ടതിന്, അല്ലെങ്കിൽ നീ ഞങ്ങളെ വീണ്ടും മടക്കി വരും. ഞങ്ങളുടെ സ്വന്തം ദേശത്തായാലേ ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ഞങ്ങളുടെ സ്വന്തം ഭവനത്തായാലും ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുകയുള്ളൂ. ഇത് ഞങ്ങൾ അടിമത്തത്തിലാണ് ആയിരിക്കുന്നത്. അടിമത്തിന്റെ അനുഭവത്തിലായിരിക്കും. ഞങ്ങൾക്ക് എങ്ങനെ സന്തോഷിക്കുവാൻ കഴിയും? മറ്റൊരു ദേശത്ത് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ്, ഞങ്ങളുടെ പിടിച്ചു കെട്ടിക്കൊണ്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ദേശത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഹല്ലേലൂയ. സ്വസ്ഥമായി ഒന്ന് ഇരിക്കുവാൻ കഴിയുന്നില്ല, ഞങ്ങളുടെ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ കഴിയുന്നില്ല. ദൈവമേ, ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ, ഞങ്ങളെ ഒന്ന് ജീവിപ്പിക്കണമേ എന്നാണ് ഈ സങ്കീർത്തനത്തിലൂടെ ഈ സങ്കീർത്തനം പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഒരു മടക്കി വരുത്തുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകണമേ എന്നാണ് പറയുന്നത്. ഇന്ന് മരിച്ചവരിൽ നിന്നുള്ള ജീവൻ പോലെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എസ്കേലിന്റെ പുസ്തകത്തിൽ കാണുമ്പോൾ നമുക്ക് ഉണങ്ങിയ അസ്ഥികളെ അസ്ഥികൾ പോലെ ശവക്കുഴികളിലെ മരിച്ചവരെ പോലെയാണ്. എന്നാൽ എന്ത് അവിടെ ചോദിക്കുന്നുണ്ട്, ഹല്ലേലൂയ, എസ്കേ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, എസ്കേ പ്രവാചകനോട് ദൈവം ചോദിക്കുന്നുണ്ട്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ആ അസ്ഥികൾ എന്ന് പറയുന്നത് അത് ഇസ്രായേൽ ജനത്തെ കാണിക്കും. അവർ പ്രവാസത്തിലേക്ക് പോയി, പ്രവാസികളായി പോയി. ആ ജനം മടങ്ങി വരുമോ ദൈവസന്നിധിയിലേക്ക്? അവർക്ക് ജീവൻ ഉണ്ടാകുമോ? അവർ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമോ എന്നൊരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. നമുക്ക് കാണുവാൻ കഴിയുന്നത്, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ അവനെ എന്ത് ചെയ്യുക? മടക്കി. അതേ കർത്താവിൽ ആനന്ദിക്കുവാനുള്ള സമയമായിരിക്കുന്നു. അവരുടെ അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷത്തിന് കാരണമായി തീരുവാനിടയാകും. ഹല്ലേലൂയ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കണമേ, എന്ത് ചെയ്യുക? ഒരു ജീവൻ ഉണ്ടാകണം. ജീവനുള്ളവർക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയത്തുള്ളൂ. ജീവനുള്ളവർ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമെന്നാണ് തിരുവചനം പറയുന്നത്. ജീവനുള്ളൊക്കെയും യഹോവയെ സ്തുതിക്കും. സ്തോത്രം. ഇവിടെ പറയുകയാണ്, ഇന്ന് തന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ സകലതും എന്ത് ചെയ്യുക? നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ജീവന്റെ ഒരു തുടുപ്പ് പോലും ഇന്ന് അവരുടെ ജീവിതത്തിൽ, ഒരു പക്ഷേ മാനുഷികമായി എന്ത് ചെയ്യുക? അവർക്ക് ജീവനുണ്ട്. അല്ലെങ്കിൽ മനുഷ്യരെ നോക്കുമ്പോൾ എന്ത് ചെയ്യുക? അവർക്ക് ജീവനുണ്ട്. പുറമേ നോക്കുമ്പോൾ പക്ഷെ എന്തെയാ? അവരുടെ അകത്ത് അവര് മരിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയാണ് ആയിരിക്കുന്നത്. അവരുടെ അകത്ത് എന്ത് ചെയ്യുക? മരണത്തിന്റെ അവസ്ഥയാണ്. അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നില്ല. സന്തോഷത്തോടെ ആയിരിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അവർക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല. അവരുടെ ജീവിതത്തിൽ എല്ലായിടത്തും എന്ത് ചെയ്യുക? മരണത്തിൻ്റെതായ ജീവനില്ലാത്ത
ഒരു അനുഭവത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ആമേ, അവർക്ക് സന്തോഷിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ, ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുന്നില്ല. അവർ ദൈവത്തിന്റെ ജനമാണ്, പക്ഷെ എന്നാൽ എന്ത് ചെയ്യാ എന്നാൽ അതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാ സന്തോഷിക്കാൻ കഴിയുന്നില്ല. ആമീൻ, ഹല്ലേലൂയ. അടിമത്തത്തിലേക്ക് മടങ്ങി പോവുകയാണ്. സ്തോത്രം. ഇവിടെ പറയുകയാണ്, യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ചെയ്യും. അതേ, ഞങ്ങൾ ആണ്ടുകളായി ഞങ്ങൾ ഇവിടെ പ്രവാസത്തിൽ ഞങ്ങൾ കടന്നു വന്നിട്ട് ഓരോ ദിനങ്ങളും കഴിഞ്ഞു പോയി. ഇനി ആണ്ടുകൾ കഴിയും മുമ്പ്, അതായത് കഴിഞ്ഞ നാളുകൾ ഞങ്ങൾ ഈ പ്രവാസത്തിലായിരുന്നു. ഇനി ഞങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ തന്നെ നിർത്തരുത് കർത്താവേ, ഞങ്ങളെ ഒന്ന് ജീവിപ്പിക്കണമേ. നിന്റെ ആണ്ടുകൾ കഴിയും മുമ്പേ എന്ത് ചെയ്യാ ദൈവമേ, നീ ഞങ്ങളെ ഒന്ന് ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ ഞങ്ങളുടെ മടങ്ങി വരവിനെ അങ്ങൊന്ന് വെളിപ്പെടുത്തണമേ എന്ന് ഇസ്രായേൽ ജനം ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുകയാണ്. നമ്മുടെ കർത്താവ് ജീവിപ്പിക്കുന്ന ദൈവമാണ്. മരണത്തിന് ദൈവം നമ്മെ ജീവിപ്പിക്കും. നമുക്ക് രോഗത്തിന്റെ അനുഭവങ്ങളാണ് ദൈവം നമുക്ക് ജീവൻ മടങ്ങി നൽകും. നമ്മുടെ കടഭാരങ്ങളാണോ ദൈവം നമുക്ക് ജീവൻ നൽകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സന്തോഷങ്ങൾ കടന്നു വരുന്നത് അത് ജീവന്റെ ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ ജനം ദൈവത്തിൽ ആനന്ദിക്കണമെങ്കിൽ ജീവൻ ഉണ്ടായാലേ പറ്റുള്ളൂ. നാം പലപ്പോഴും സങ്കടങ്ങളിലും പ്രയാസങ്ങളും ജീവിതത്തിന്റെ കഠിനമായ പ്രയാസങ്ങൾ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ നമ്മെ പലരും നോക്കി എന്ത് ചെയ്യാ ഹല്ലേലൂയ കുറ്റം വിധിക്കാറ്, നിന്ദിക്കാറില്ല, പരിഹസിക്കാറില്ലേ. നമ്മുടെ കൂടെ ഉള്ളവർ പോലും നമ്മെ പരിഹസിക്കും. ഒന്നിനും കൊള്ളത്തില്ല, കഴിവില്ല, നിന്നെ കൊണ്ട് ഇനി എന്തിനു കൊള്ളാമെന്നൊക്കെ ചോദിക്കുന്നവരില്ലേ. എന്നാൽ ദൈവം പറയുകയാണ്, ദൈവത്തിന്റെ ജനത്തെ ദൈവം ജീവൻ വെപ്പിക്കും. ദൈവത്തിന്റെ ജനം ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിനാ ദൈവം അവർക്ക് ജീവൻ നൽകും. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് രക്ഷ നൽകും. ഹല്ലേലൂയ. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. ഹല്ലേലൂയ. നിങ്ങൾ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവം തന്റെ ഹല്ലേലൂയ പ്രവൃത്തി അയക്കും. ദൈവം തന്റെ പ്രവൃത്തി അയക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. ദൈവജനം ആനന്ദിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിന്റെ വിടുതലുകളെ നിങ്ങൾ ഈ ദിവസങ്ങൾ കാണും. ദൈവത്തിന്റെ ജനം ഹല്ലേലൂയ ദൈവത്തിന്റെ ജനം ദൈവത്തിൽ ആശ്രയിക്കുന്നതിനാ ദൈവം അവരുടെ ജീവിതത്തിന്മേൽ അല്ലെങ്കിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ദൈവം ചെയ്യും. ഈ വചനങ്ങളാ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.